ജൂനിയർ സർജൻ വന്നില്ല, അതുകൊണ്ട് അവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ വിളിക്കാന്ന്. ഒരു കാര്യം ചെയ്യൂ, ആ ഒപ്പിടി മഹേഷ് ഇല്ലേ, അവരെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയും. മഹേഷോ? മാഡം, ഈ ജൂനിയർ സർജൻ എന്ന് വെച്ചാ ഈ കത്രിക സൂചി ഇതൊക്കെ തരുന്നല്ലേ, അത് ഞാൻ തന്നെ തന്നേക്കാം. വരൂ. ഓപ്പറേഷന് നീ തന്നെ ചെയ്യും. പിന്നെ ഇഡിയറ്റ് നിന്ന് മണ്ടത്തരം സംസാരിക്കാണ്ട് പറഞ്ഞത് ആദ്യം ചെയ്യാൻ നോക്കും. പോയേക്ക്. ശരി മാഡം. അയ്യോ, ബാറ്ററി ഡൗൺ ആയല്ലോ. ഈ ചാർജർ ആണെന്നും കാണുന്നുമില്ല. മാഡം വിളിക്കോ, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോണോന്ന്. എന്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ? അല്ല, ഗോകുലൻ തിയേറ്ററിലോട്ട് പോണോന്ന്, സിനിമ കാണാനായിട്ട്. കാര്യം കൂടെ ഉണ്ടാവോ? ഒന്ന് പെട്ടെന്ന് പോടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി എന്ത് ചെയ്യാനാണെന്ന് അറിയില്ലല്ലോ. ഹലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് ഓപ്പറേഷൻ മാത്രം ചെയ്യണം, അല്ലാണ്ട് മാഡമിനെ ഇരുന്ന് കാണാൻ പാടില്ല. ഞാൻ എന്തെയ്യൊന്ന് ആലോചിച്ചിരിക്കായിരുന്നു, അപ്പോഴല്ലേ സൂപ്പർ ഐഡിയ തന്നത്. താങ്ക് യു കബി. ചുമ്മാ ഇരുന്നോണ്ട് ഞാൻ തന്നെ നല്ല ഐഡിയ കൊടുത്തല്ലോ. ഓൾ സെറ്റ്. ബിപി ഓക്സിജൻ ലെവലൊക്കെ നോർമൽ അല്ലേ? യെസ് മാം. ഓക്കെ. എന്ത് പറ്റി? പ്ലീസ് ചെക്ക്. എടോ, ബുദ്ധി ഉണ്ടാടാ നിനക്ക്? ചെന്നത് എടുക്ക്. ഓട്ടിയിലാണോ ചാർജ് ഇടുന്നേ? സോറി ഡോക്ടർ, അറിയാതെ ഇട്ടതാ. ഓരോരോ തലയെഴുത്തുകൾ. അതിങ്ങി തന്നെ. ദാ, നീ തന്നെ ചെയ്യ്. എടോ, അവിടെ അല്ല, ഇവിടെ. നിങ്ങളതൊന്ന് എടുത്തേക്ക്. എന്താ ചെയ്യുന്നത്? വെറുതെ നിൽക്കുമായിരുന്നു, അതാ കൊടുത്തത്. മാറണം. ഇവനൊന്ന് പുറത്തു കൊണ്ടുപോകും. ഓക്കെ മാം. അഭിനയിച്ചത് മതി, എന്നെ ചിരിക്കി. ബ്ലഡ് കണ്ട് തലറങ്ങി വീഴുന്ന നിങ്ങളൊക്കെ എങ്ങനെയാ ഡോക്ടർ ആവുന്നത്? പേഷ്യന്റിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആരുടെ ഉത്തരവാദിത്തം? ഡോക്ടർ ആണെങ്കിൽ കുറച്ചൊക്കെ സീരിയസ്നെസ് വേണം. നോ, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ മയങ്ങി വീണത് പേഷ്യന്റിന്റെ ബ്ലഡ് കണ്ടൊന്നുമല്ല, നിങ്ങളുടെ ഭംഗി കണ്ടിട്ടാ. നിങ്ങളിങ്ങനെ ഇങ്ങനെ അടുത്ത് വെച്ച് കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി ഹൈ ടെൻഷൻ വയറൊക്കെ ശരീരത്തിൽ പാസ്സായി. എന്നെപ്പോലെ പാവം പയ്യന്മാരൊക്കെ നിങ്ങളിങ്ങനെ കൊല്ല ചെയ്യണല്ലോ. നിങ്ങളുടെ സൗന്ദര്യം രസിക്കുന്ന ഒരു രസികനാണ് ഞാൻ. നീ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരുന്നാ ഞാൻ എന്ത് ചെയ്യുന്ന അറിയില്ല എനിക്ക്. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷം തന്നെയാ. ഞാൻ പ്രപ്പോസ് ചെയ്ത് ഇത്രയും ദിവസമായല്ലോ, ഇതുവരെ നിങ്ങൾ ലവ് യു ടു എന്ന് പറഞ്ഞില്ലല്ലോ. ഇഷ്ടമായാലല്ലേ പറയാൻ പറ്റൂ. നിന്നെ പോലെ ഒരുത്തനെ പ്രേമിക്കാൻ എനിക്കൊന്നും പ്രാന്ത് പിടിച്ചിട്ടില്ല. അതെ, ഒരു മിനിറ്റ്. അടുത്തവണ പേഷ്യന്റിന് ഓപ്പറേഷൻ ചെയ്യുമ്പോഴേ മയക്കമരുന്നൊന്നും കൊടുക്കണ്ട. നിങ്ങൾ കുറച്ച് അടുത്ത് ചെന്ന് നിന്നാ മതി. നിങ്ങളുടെ സൗന്ദര്യം കണ്ട് 100 ജന്മം ജീവിച്ചോളും.